Hi, hello, welcome to our channel Disha Malayalam YouTube. Now, in this video, we will see a haircut video. I have a body cut. I have a വർഷത്തോളം ആയിട്ടുണ്ടാവും. സത്യം പറഞ്ഞാൽ അത്ര സമയമൊന്നും എടുക്കരുത് കേട്ടോ. ഒരു 3 മാസം ഇടവിട്ടിട്ട് മുടിയുടെ ടിപ്പ് കട്ട് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അത് നമ്മുടെ മുടി നന്നായിട്ട് വളരാനും അതുപോലെ സ്പ്ലിറ്റൻസ് വരാതിരിക്കാനും അത് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഞാൻ കുറച്ചധികം സമയമായി കുറേ നാളായി മുടി കട്ട് ചെയ്തിട്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് എന്തായാലും ഹെയർ കട്ട് ചെയ്ത് കൊടുക്കാം. അത് നിങ്ങളോടൊന്ന് ഷെയർ ചെയ്യുന്നത്. ആക്ച്വലി ഈ ഒരു വീഡിയോ ഞാൻ കുറേ മുന്നേ പണ്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് എങ്ങനെ വീട്ടിൽ സ്വന്തമായിട്ട് നമ്മുടെ മുടി കട്ട് ചെയ്യാം എന്നുള്ളൊരു വീഡിയോ. അപ്പോൾ ഇതൊരു ന്യൂ അപ്ഡേറ്റ്സ് ആയിട്ട് നമുക്ക് കാണാം ഈ ഒരു ഹെയർ കട്ട്. അപ്പോൾ അത് യു കട്ട്, ഇത് സെയിം യു കട്ട് തന്നെയാണ് കേട്ടോ ചെയ്യുന്നത്. ഷാലോ യു എന്ന് പറയും. അപ്പോൾ അതാണ് ഇത് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് കണ്ടു നോക്കിയാലോ. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ എന്ത് വേണം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം, തൊട്ടടുത്ത് കാണുന്ന ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യണം, അതിൽ ഓൾ എന്ന ഓപ്ഷൻ തന്നെ കൊടുക്കണം. എങ്കിൽ മാത്രമേ ഞാൻ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരികയുള്ളൂ. അപ്പം നേരെ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഹെയർ കട്ട് ചെയ്യുമ്പോൾ അത്യാവശ്യമായിട്ട് വേണ്ടുന്ന സാധനങ്ങൾ എന്തൊക്കെയാണ്? ഹെയർ കോംബ് വേണം, സിസർ കത്രിക വേണം, പിന്നെന്താ ഒരു മിറർ വേണം. അതിവിടെ ഇരിപ്പുണ്ട് കേട്ടോ, ദേ ഇവിടെ ഇരിപ്പുണ്ട്. പിന്നെന്താ, മുടി നിങ്ങൾ കുറച്ച് ഷാമ്പൂ ഒക്കെ ഇട്ടിട്ട് ഇടുകയാണെങ്കിൽ കുറച്ചുകൂടെ നല്ലതായിരിക്കും. ഇപ്പോൾ ഒരുപാട് ഇങ്ങനെ മുടി ചുരുണ്ട് കിടക്കുകയാണെങ്കിൽ ജസ്റ്റ് കുറച്ച് വെള്ളം ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ മുടി ഒന്നുകൂടെ സ്ട്രെയിറ്റ് ആയിട്ട് വരും. അപ്പോൾ മാക്സിമം മുടി നല്ല സ്ട്രെയിറ്റ് ആയിട്ട് ഇരിക്കുന്നതായിരിക്കും നല്ലത്. നമുക്ക് കട്ട് ചെയ്യുമ്പോൾ ഒരു കറക്റ്റ് ലെങ്തിന് കറക്റ്റായിട്ട് ആ ഒരു കട്ടിങ് കിട്ടണം എന്നുണ്ടെങ്കിൽ മുടി കുറച്ച് നല്ല സ്ട്രെയിറ്റ് ആയിട്ട് ഇരിക്കണം. ഇപ്പോൾ ചുരുണ്ട മുടിയുള്ളവരാണെങ്കിൽ ജസ്റ്റ് കുറച്ച് വെള്ളം സ്പ്രേ ചെയ്ത് കൊടുത്തിട്ട് കോംബ് ചെയ്യുക. അതിനുശേഷം ഹെയർ കട്ട് തുടങ്ങാം കേട്ടോ. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. പിന്നെ നമുക്ക് ഇതുപോലത്തെ കുറച്ച് ഹെയർ ബാൻഡ്സ് കൂടെ വേണം. അപ്പം ആദ്യം നമുക്ക് മുടി ഇങ്ങനെ ഫ്രണ്ടിലേക്ക് എടുത്തിട്ട് നന്നായിട്ട് കോംബ് ചെയ്തിട്ട് എടുക്കാം. അപ്പം നിങ്ങൾ കണ്ടോളൂ. ഇതുപോലെ ഫുൾ ഹെയർ നമ്മുടെ ഈ നെറ്റിയുടെ ഈ ഒരു ഭാഗത്തായിട്ട് ഫുൾ ഹെയർ നന്നായിട്ട് ചീകി ഇങ്ങനെ പിടിച്ചെടുക്കുക. കണ്ടോ, ഇതുപോലെ പിടിച്ചെടുക്കുക. ഇനി നമുക്ക് ഇവിടെ വെച്ചിട്ട് ഒരു ഹെയർ ബാൻഡ് ഇട്ട് കൊടുക്കാം. ഇതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. ഇനി താഴോട്ടുള്ള ഈ ഒരു പോർഷൻ നന്നായിട്ടൊന്ന് കോംബ് ചെയ്ത് നീറ്റാക്കി വെക്കുക. ഇനി നമുക്ക് വേറൊരു ഹെയർ ബാൻഡ് എടുത്തിട്ട് ഒരു കുറച്ച് ഡിസ്റ്റൻസ് വിട്ടിട്ട് ഒന്നുകൂടെ ഇവിടേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് എവിടെ വെച്ചിട്ടാണോ കട്ട് ചെയ്യുന്നത് അവിടെ വരെ ജസ്റ്റ് ഇതുപോലെ ഒരു അകലം ഇട്ടിട്ട് ഇതുപോലെ ഒരു ബാൻഡ് ഇട്ട് കൊടുക്കുക. നിങ്ങളുടെ മുടിയുടെ ലെങ്ത് അനുസരിച്ച് അത് എടുക്കാം. ഓക്കെ, സെയിം ഈ ഒരു അകലത്തിൽ തന്നെ അടുത്ത ഒരു ബാൻഡ് ഇട്ട് കൊടുക്കുകയാണ് ഞാൻ. ഇനി നിങ്ങൾക്ക് എത്ര പോർഷൻ ആണോ കട്ട് ചെയ്യേണ്ടത് അതെടുക്കുക. ഓക്കെ, അപ്പൊ ഞാൻ ഇത്രയും പോർഷൻ മാത്രമേ കട്ട് ചെയ്യുന്നുള്ളൂ. ഓക്കെ, ഈ ഒരു പോർഷൻ. അപ്പൊ അവിടെ വരെ ഞാൻ ഈ ബാൻഡ് ഇട്ട് കൊടുത്തിരിക്കുകയാണ്. അപ്പൊ ഇനി എനിക്ക് കട്ട് ചെയ്യുമ്പോൾ നേരെ ഈ ബാൻഡിന്റെ ഈ ഒരു തൊട്ട് മേലെ വെച്ചിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. അതായത് ഇങ്ങനെ വെക്കുമ്പോൾ ബാൻഡിന്റെ മേലെ, ഇങ്ങനെ വെക്കുമ്പോൾ ഈ ബാൻഡിന്റെ താഴെ. ഓക്കെ, നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ കാണുമ്പോൾ. കണ്ടില്ലേ? അപ്പൊ ഇതുപോലെ ഇരിക്കുന്ന ഈ ഒരു പോർഷൻ കേട്ടോ, ഈ ഒരു ഹെയർ ഞാൻ കട്ട് ചെയ്യുകയാണ്. ഇത്രയും പോർഷൻ ഞാൻ കട്ട് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പൊ കട്ട് ചെയ്യല്ലേ. അപ്പൊ ഞാൻ ഇത്രയും മുടിയാണ് കട്ട് ചെയ്തിട്ടുള്ളത്. കണ്ടോ, അധികമൊന്നും എനിക്ക് കട്ട് ചെയ്യാൻ പറ്റൂല കേട്ടോ. ഇനി ഇത് ജസ്റ്റ് മൂരാം. അപ്പൊ കണ്ടോ, അപ്പൊ ഇതിന്റെ ഈ ഒരു ഭാഗം ഒന്നുകൂടെ നമുക്ക് നന്നായിട്ടൊന്ന് ട്രിം ചെയ്ത് കൊടുക്കാം. അപ്പൊ ഞാൻ കട്ട് ചെയ്ത പോർഷൻ കണ്ടോ. ഇനി നമുക്കിത് ഒന്നുകൂടെ ഇതിന്റെ അറ്റത്തൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കണമെങ്കിൽ കൊടുക്കാം. അപ്പൊ ഞാൻ ജസ്റ്റ് ഒന്നുകൂടെ ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. നന്നായിട്ടൊന്ന് ചേർത്ത് പിടിച്ചെടുക്കുക. അത് എല്ലാം ഏകദേശം ഒരേ ലെവലാണോ എന്ന് നോക്കുക. അപ്പൊ നമുക്കിത് ഈ കത്രിക ഇങ്ങനെ നേരെ വെച്ചിട്ട് നമുക്കിങ്ങനെ ഇത് എല്ലാം ഏകദേശം ഒരേ ലെവലിലേക്ക് ഇങ്ങനെ ആക്കി കൊടുക്കാൻ പറ്റും.
ഇതിൻ്റെ ജസ്റ്റ് തുമ്പിൽ കണ്ട് ഇങ്ങനെ വേർട്ടിക്കലായിട്ട് വെച്ചിട്ട് കത്രി കൊണ്ട് ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുത്താൽ അത് എല്ലാം ഏകദേശം ഒരേ ലെവലിലേക്ക് വരും. ഇനി നമുക്കിത് ഫുള്ളായിട്ട് അഴിക്കാം. അപ്പൊ നിങ്ങൾ കണ്ടില്ലേ കട്ട് ചെയ്ത് കഴിഞ്ഞപ്പോ എങ്ങനെയുണ്ടെന്ന്. അപ്പൊ ഈ ഒരു യു ഷേപ്പിന് ഒന്നുകൂടെ ഒരു പെർഫെക്ഷൻ കിട്ടാനില്ലേ, അതിന് വേണ്ടിയിട്ട് ഒരു ട്രിക്ക് ഉണ്ട്. നമ്മുടെ മുടി ഇങ്ങനെ നടുക്കൂടെ ഇങ്ങനെ വവരെടുക്കുക, ഈക്വൽ സെക്ഷൻ ആക്കിയിട്ട് എടുക്കുക. ഓക്കെ, നടുക്കൂടെ എടുക്കുക, എന്നിട്ട് ഇങ്ങനെ രണ്ട് സൈഡിലേക്ക് ഇങ്ങോട്ടേക്ക് ഇടുക. ഭയങ്കര സിമ്പിൾ അല്ലേ? സത്യം പറഞ്ഞാൽ ഞാനൊക്കെ എൻ്റെ മുടിയിൽ ഞാൻ ഒരുവിധപ്പെട്ട എല്ലാ ഹെയർ കട്ടുകളും പരീക്ഷിച്ചിട്ടുണ്ട് കേട്ടോ. ഫുൾ ഫെദർ, യു കട്ട്, ഡീപ്പ് യു, ലെയർ കട്ട്, അങ്ങനെ ഒരുവിധപ്പെട്ട എല്ലാ സംഭവങ്ങളും ഞാൻ പരീക്ഷിച്ച് മുടി അത്യാവശ്യം നശിപ്പിച്ച് കളഞ്ഞ ഒരാളാണ് ഞാൻ കേട്ടോ. അപ്പൊ എൻ്റെ മുടി എന്ന് വെച്ചാൽ പണ്ട് അടിയിലിങ്ങനെ ലെവൽ ചെയ്തിട്ട് കട്ട് ചെയ്തിട്ടിരുന്ന ഒരു മുടിയാണ്. അപ്പൊ നമ്മൾ ഇവിടുന്ന് വളരുന്ന മുടി എല്ലാ എന്താ പറയാ ഒരേ തിക്നെസ്സിൽ ഇന്ന് താഴെ വരെ കിടക്കും. അപ്പൊ നല്ല രസമായിരിക്കും കാണാനായിട്ട്. പക്ഷെ നമ്മൾ ഈ പറയുന്ന ലെയർ കട്ടും അതും ഇതൊക്കെ ചെയ്യുമ്പോഴത്തേക്കും ആ കട്ട് ചെയ്യുന്ന സമയത്ത് നല്ല രസമായിരിക്കും കാണാൻ. പക്ഷെ ഈ മുടി കുറച്ച് നാൾ ഇങ്ങനെ വളർന്നു വരുമ്പോഴത്തേക്കും താഴോട്ട് വരുമ്പോൾ ഇങ്ങനെ കോഴിവാലോലെ വളർന്നു വരും. അതും ഇങ്ങനെ ഭയങ്കര വൃത്തിയിടാവും. നല്ല മുടിയുള്ളവര് എൻ്റെ അഭിപ്രായത്തിൽ ഒരിക്കലും ഈ പറഞ്ഞ ലെയർ കട്ടും, അതായത് മുടി ഇങ്ങനെ അവിടെ എവിടെ ആയിട്ട് ഇങ്ങനെ ലെയർ ആയിട്ട് പോകുന്ന രീതിയിലുള്ള ഒരു കട്ടും ചെയ്യാത്തതാണ് നല്ല കേട്ടോ. നല്ല മുടിയുള്ളവർ എന്താ പറയാ ഏറ്റവും അടിവരെ ഒരേ തിക്നെസ്സിൽ മുടി ഇങ്ങനെ വളർത്തി കട്ട് ചെയ്തിടുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഇപ്പൊ നിങ്ങൾക്ക് എൻ്റെ മുടി കണ്ടു കഴിഞ്ഞാൽ അറിയാം, എൻ്റെ ഇവിടെ എല്ലാം കണ്ടോ കുറെ മുടി ഇവിടെ കിടക്കുന്നുണ്ടോ. അതുപോലെ തന്നെ എല്ലാം ഇങ്ങനെ പല ഓർഡറിലാണ് എൻ്റെ മുടി എല്ലാം കിടക്കുന്നത്. അപ്പൊ എന്താ ചെയ്യേണ്ടത്, ഇവിടെ കട്ട് ചെയ്യുന്നുണ്ട്, താഴോട്ട് വരുന്തോറും തിക്നെസ് ഇങ്ങനെ കുറഞ്ഞു വരും. അപ്പൊ അത് ആ കട്ട് ചെയ്തിടുന്നതിന്റെ ഒരു കുഴപ്പമാണ്. അപ്പൊ നിങ്ങൾ നല്ല മുടിയുള്ളവർ ഒരിക്കലും അങ്ങനെ കട്ട് ചെയ്തിരിക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ രണ്ട് സെക്ഷനും ഇതുപോലെ ഹെയർ എടുത്തിടുക, ഇങ്ങനെ വിടർത്തി ഇടുക കേട്ടോ. ഇങ്ങനെ വിടർത്തി ഇടുക. നമ്മുടെ ഈ ഒരു ഈ ഭാഗം കേട്ടോ, ഇതിങ്ങനെ നെക്കിന്റെ ഈ പോർഷനിലേക്ക് ഇങ്ങനെ വരണം. ഇവിടെ കിടക്കുന്ന മുടി തണ്ട ഈ സൈഡിൽ ഇങ്ങനെ വരണം. ആ ഒരു രീതിയിൽ ഇതിനെ ഇങ്ങനെ വിടർത്തി വെക്കുക. നന്നായിട്ട് ചീകി ഒരേ ലെവലാക്കി കൊടുക്കുക. അപ്പൊ ഇങ്ങനെ വിടർത്തിയിട്ടിട്ട് നമ്മുടെ ഈ ഫിംഗേഴ്സ് കണ്ടോ, ഇത് വെച്ചിട്ട് ഇങ്ങനെ ലെവൽ ചെയ്ത് ഇതിങ്ങനെ താഴേക്ക് ഇങ്ങനെ ലെവല് ചെയ്ത് കണ്ടോ ഇങ്ങനെ പിടിച്ചെടുക്കുക. ഞാൻ താഴെ ചെയ്ത് നിങ്ങക്ക് കാണാൻ പറ്റില്ല അല്ലേ, ഇതേ കണ്ടില്ലേ, ഇങ്ങനെ കൊണ്ടുവന്ന്, അതായത് ഇവിടുന്നേ ഇങ്ങനെ ലെവല് ചെയ്ത് ഇങ്ങനെ 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 ചുരുട്ടി അങ്ങ് പിടിക്കണ്ട കേട്ടോ. ലെവൽ ചെയ്ത് ഏറ്റവും അടിയിലത്തെ പോർഷൻ ഇങ്ങനെ കൊണ്ടുവരിക, അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഓക്കെ, അപ്പൊ ദേ കണ്ടോ, ഇവിടൊക്കെ കട്ട് ചെയ്തിട്ടിരുന്ന മുടിയൊക്കെ അതിന്റെ പാട്ടിന് പോയിട്ടുണ്ട്. അതൊന്നും വേണ്ട, നമുക്ക് ഏറ്റവും അടിയിലുള്ള ഈ പോർഷൻ മതി. കണ്ടോ എന്റെ അടിയിൽ ഭാഗത്തെ മുടിയുണ്ടോ ഇങ്ങനെ വളഞ്ഞിരിക്കുന്നു. ഓക്കെ, ഇനി നമുക്ക് ചെയ്യേണ്ടത്, അപ്പം ഇങ്ങനെ നമുക്ക് കിട്ടിയല്ലോ. ഇനി നമുക്ക് ചെയ്യേണ്ടത് നമ്മുടെ കത്രിക എടുക്കുക. ഇനി ഇതിനെ നമുക്ക് ഇങ്ങനെ പിരമിഡ് ഷേപ്പിൽ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. പിരമിഡ് ഷേപ്പ്, പിരമിഡ് അറിയാലോ, അതെ, ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. അപ്പൊ ദേ കണ്ടോ, ഞാൻ ദേ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ, ഫോക്കസ്. ഓക്കെ, ഇത് നോക്കിക്കോ, പിരമിഡ് ഷേപ്പില് ജസ്റ്റ് ഇങ്ങനെ ചരിച്ച് കട്ട് ചെയ്യാം കേട്ടോ.
കണ്ടോ? ഇനി ഇതെന്താ, ഇനി ഇങ്ങനെ ചേച്ചി കൈ അപ്പൊ അതെ ഇങ്ങനൊരു പിരമിഡ് ഷേപ്പിൽ ഒന്ന് കട്ട് ചെയ്തെടുക്കുക. എന്റെ മുടി ഇങ്ങനെ വളഞ്ഞിരിക്കുന്നതാണോ നിങ്ങൾക്ക് പിരമിഡായിട്ട് തോന്നുന്നു എന്ന് എനിക്ക് അറിയത്തില്ല. കണ്ടില്ലേ? ഈ ഒരു രീതിയിലേക്ക് ഇതിനെ കട്ട് ചെയ്യാം. ഒന്നുകൂടെ പെർഫെക്ഷൻ ആക്കാനുണ്ട്. ഓക്കെ, ഇതുപോലെ പിരമിഡ് ഷേപ്പിൽ കട്ട് ചെയ്തുക. ഇനി നമുക്ക് ബാക്കിൽ നോക്കാം ഏത് സ്ഥിതിയാണ്. പെർഫെക്റ്റ് യു ഷേപ്പ് കിട്ടിയില്ലേ? വളരെ ഈസി അല്ലേ? അപ്പൊ നമുക്ക് ഇത്രയും എളുപ്പത്തില് തനിയെ അധികം മുടി പോകാത്ത രീതിയിൽ ഹെയർ കട്ട് ചെയ്യാമെന്നുണ്ടെങ്കിൽ എന്തിനാണ് വെറുതെ നമ്മള് ഇത്രയും കാശ് ചെലവാക്കിയിട്ട് നമ്മളെ മുടിയെല്ലാം കളഞ്ഞ് വെറുതെ പാർലറിൽ പോന്നെ അല്ലേ? നമുക്ക് തനിയെ ചെയ്യാവുന്ന കാര്യമല്ലേ? അപ്പൊ നിങ്ങൾ ചെയ്യാത്തവരൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഭയങ്കര ഈസിയാണ്. ഈ ഒരു മെത്തേഡ് അതുപോലെ ഫോളോ ചെയ്യുക. നിങ്ങൾക്ക് നല്ല അടിപൊളി യു ഷേപ്പിൽ മുടി കട്ട് ചെയ്തിടാൻ പറ്റും, ഒരുപാട് മുടി പോകാതെ. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് സെക്ഷനിൽ ഇടാനും മറക്കരുത്. പിന്നെ ഒരു വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.